ഹേ ഗൈസ്, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ കണ്ടിട്ടില്ലെങ്കിൽ ഈ സംഭവമൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് സിനിമ കണ്ടിട്ട് ഈ വീഡിയോ കാണുക. അല്ലെ വെറുതെ കൗതുകത്തിന് വേണ്ടിയാണെന്ന പോലെയും കാണാം. പക്ഷേ സ്പോയിലറാണ് കേട്ടോ, അത് മനസ്സിലുണ്ടാവണം. നമുക്കറിയാം, മാർവൽ സിനിമകൾ എപ്പോഴും അവയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനുകളിലൂടെയാണ് അടുത്ത സിനിമകളിലേക്കുള്ള വഴി ഒരുക്കുന്നത്. ഈ സിനിമയും അതിനൊട്ടും പിന്നോട്ടല്ല. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കണ്ടിറങ്ങിയ ഏതൊരു പ്രേക്ഷകരുടെയും മനസ്സിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: സ്പൈഡർമാൻ ഇപ്പോൾ ഭൂമിയിൽ എവിടെയാണുള്ളത്? അല്ല, ഭൂമിയിലാണോ അതോ ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ആണോ അവനിപ്പോൾ ഉള്ളത്? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് പല ഫാൻ തിയറികളുടെയും മാർവൽ കോമിക്സുകളുടെ ചരിത്രം വെച്ചിട്ടും ഒന്ന് നോക്കാം. സിനിമയിലെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ തുടങ്ങുന്നത് നെഡ് ലീഡ്സിൽ നിന്നാണ്. നെഡ് തന്റെ കയ്യിലുള്ള ട്രാക്കർ ഉപയോഗിച്ച് പീറ്റർ പാർക്കർ എവിടെയാണെന്ന് തിരയുകയാണ്. അങ്ങനെ ക്വീൻസിലുള്ള പീറ്ററിനെ ആ ട്രാക്കർ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പെട്ടെന്നാണ് ആ ട്വിസ്റ്റ് വരുന്നത്. നിമിഷങ്ങൾക്കകം ആ ട്രാക്കറിൽ രണ്ടാമതൊരു സിഗ്നൽ കൂടി കാണിക്കാൻ തുടങ്ങുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ആ ട്രാക്കർ പതിയെ ഭൂമിയിൽ നിന്നും സൂം ഔട്ട് ചെയ്ത് ബഹിരാകാശത്തേക്ക് പോകുന്നതാണ്. പെട്ടെന്ന് സ്ക്രീനിൽ ചെറിയൊരു ഗ്ലിച്ച് സംഭവിക്കുന്നു. അതിനുശേഷം യൂണിവേഴ്സിൽ എവിടെയോ നിന്നായി മറ്റൊരു സ്പൈഡർമാൻ സിഗ്നൽ കൂടി തെളിഞ്ഞു വരികയാണ്. ഇവിടെ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാന ഡീറ്റെയിലുകളുണ്ട്. ആദ്യത്തെ ഡീറ്റെയിൽ എന്താണെന്ന് വെച്ചാൽ, ഈ സീൻ നമ്മൾ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും. ആ പശ്ചാത്തലത്തിലുള്ള കോൺസ്റ്റലേഷൻസിനൊന്നും യാതൊരു മാറ്റവുമില്ല. അതിനർത്ഥം ആ രണ്ടാമത്തെ സിഗ്നൽ ഭൂമിയിലെ മറ്റൊരു സ്ഥലത്ത് നിന്നല്ല, മറിച്ച് മറ്റേതോ ഗ്രഹത്തിൽ നിന്നാണ് വരുന്നത് എന്നാണ്. പിന്നെ രണ്ടാമത്തെ ഡീറ്റെയിൽ നോക്കിയാൽ, ഭൂമിയിലുള്ള നമ്മുടെ പീറ്ററിൻ്റെ സിഗ്നൽ അവിടെ നിന്ന് മായുന്നില്ല, അതവിടെ തന്നെയുണ്ട്. അതായത് ട്രാക്കർ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എവിടെയുള്ള തികച്ചും പുതിയതായ മറ്റൊരു സ്പൈഡർമാൻ സിഗ്നലാണ്. പക്ഷേ ഈ ഒരു സീൻ വലിയ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതെയാണ് അവസാനിക്കുന്നത്. ഇതൊക്കെ എപ്പോഴാണ് നടക്കുന്നത്? അവഞ്ചേഴ്സ് ഡൂംസ്ഡേ സിനിമയ്ക്ക് മുൻപാണോ അതോ ശേഷമാണോ ഈ സംഭവം? ഇനി ഇതിനെപ്പറ്റിയുള്ള ചില പ്രധാന തിയറികളും നോക്കാം. ഒരു തിയറി എന്താണെന്ന് വെച്ചാൽ, ഈ രണ്ടാമത്തെ സിഗ്നൽ ഒരിക്കലും നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ പീറ്റർ പാർക്കറുടേതായിരിക്കില്ല. അത് മിക്കവാറും ദ OG ടോബി മാഗ്വയറിന്റെ പീറ്റർ പാർക്കർ ആകാനാണ് സാധ്യത. ടോബി മാഗ്വയർ സ്വന്തം യൂണിവേഴ്സിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതായി അവഞ്ചേഴ്സ് ഡൂംസ്ഡേയിൽ ഒരു സീൻ വരുമെന്ന് റൂമറുകളൊക്കെ ഉണ്ടല്ലോ. അതുമായി സിഗ്നലിന് വലിയൊരു കണക്ഷൻ ഉണ്ടാകാം. സ്വന്തം യൂണിവേഴ്സ് നശിച്ചു പോയപ്പോൾ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട ടോബി ഇപ്പോൾ സ്പേസിൽ എവിടെയോ കുടുങ്ങിക്കിടക്കുകയാണ്. ഇത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ രണ്ടാമത്തെ സ്പൈഡർമാൻ സിഗ്നൽ ശരിക്കും എന്തായിരിക്കും? ടോബി തിരിച്ചു വരികയാണോ വീണ്ടും? അതോ MCUവിൻ്റെ മറ്റെന്തെങ്കിലും രഹസ്യങ്ങൾ കൂടി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മറ്റൊരു തിയറി ഉള്ളത്, ഈ സ്പോട്ട് ചെയ്യുന്നത് ബാറ്റിൽ വേൾഡിലെ സ്പൈഡർമാനെ ആണെന്നാണ്. സീക്രട്ട് വാർസ് കോമിക് സംഭവങ്ങളിൽ ഉള്ളതാണ് ഈ ബാറ്റിൽ വേൾഡ്. അതേക്കുറിച്ച് പലർക്കും വലിയ ധാരണയില്ലെന്നറിയാം. എനിക്കും ഇല്ലായിരുന്നു. സിമ്പിളായി പറഞ്ഞാൽ പ്രധാനമായും 2 സീക്രട്ട് വാർസ് ഇവൻറ്റുകളാണ് കോമിക്സുകളിൽ ഉണ്ടായിട്ടുള്ളത്. രണ്ടും നടക്കുന്നത് ബാറ്റിൽ വേൾഡ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക ഗ്രഹത്തിലാണ്. സൂപ്പർ ഹീറോസും സൂപ്പർ വില്ലന്മാരും തമ്മിലുള്ള വലിയൊരു യുദ്ധമാണ് ഇതിൻ്റെ ഇതിവൃത്തം. 1984 സീക്രട്ട് വാർസ് എന്നുള്ളത് കോമിക്സ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ക്രോസ് ഓവർ ഇവൻറ്റുകളിലൊന്നായിരുന്നു. ബിയോണ്ടർ എന്ന് വിളിക്കപ്പെടുന്ന സർവശക്തനായ ഒരു കോസ്മിക് ജീവിയാണ് ഈ ബാറ്റിൽ വേൾഡ് സൃഷ്ടിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹീറോകളെയും വില്ലന്മാരെയും അയാൾ അവിടെ കൊണ്ടുവരികയും അവർ തമ്മിൽ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെ 2015 ഒരു സീക്രട്ട് വാർസിൽ ഇത് കുറച്ചുകൂടി സങ്കീർണവും എന്നാൽ വളരെ പ്രശസ്തവുമായൊരു കഥയായി മാറി. പാരലൽ യൂണിവേഴ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് നശിക്കുന്ന പ്രതിഭാസത്തെ മാർവലിൽ ഇൻകർഷൻസ് എന്നാണ് വിളിക്കപ്പെടുന്നത്. ഇങ്ങനെ പല പ്രപഞ്ചങ്ങളിലെ ഭൂമികൾ തമ്മിൽ കൂട്ടിയിടിച്ച് നശിച്ചതിന് ശേഷം ആ നശിച്ച ഭൂമികളുടെ അവശിഷ്ടങ്ങൾ ചേർത്ത് വെച്ച് ഡോക്ടർ ഡൂം നിർമ്മിക്കുന്ന ഒരു പുതിയ ഗ്രഹമാണ് ഈ കഥയിലെ ബാറ്റിൽ വേൾഡ്. ഡൂം അവിടെ ഒരു ദൈവത്തെ പോലെയാണ് ഭരിക്കുന്നത്. ഈ 2 കഥകളിലും സ്പൈഡർമാന് വലിയ റോളുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയിലും ഈ കഥകൾ വരുമ്പോൾ പീറ്റർ പാർക്കില്ലാതെ അത് പൂർണ്ണമാകില്ല. മറ്റൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള തിയറി ഉണ്ട്. അതായത് നെഡിൻ്റെ ആപ്പ് ഇപ്പോൾ ട്രാക്ക് ചെയ്യുന്നത് സ്പൈഡർമാനെ അല്ല, മറിച്ച് മറ്റൊരു പ്രപഞ്ചത്തിലെ പീറ്ററുമായി ബോൺ ചെയ്ത ഒരു സിംബയോയിഡിനെ ആണെങ്കിലോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നോ വേ ഹോം സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ടോം ഹാർഡിയുടെ എഡ്ഡി ബ്രോക്ക്, അതായത് വെനം, തൻ്റെ പ്രപഞ്ചത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഒരു ചെറിയ അംശം സിംബയോയിഡിനെ MCUവിൽ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. മാർവൽ കോമിക്സിലെ വെനം കഥകൾ പരിശോധിച്ചാൽ സിംബയോയിഡ് എഡ്ഡി ബ്രോക്കുമായി ചെയ്തതിന് വളരെ മുമ്പ് തന്നെ അത് പീറ്റർ പാർക്കറുമായി ബോണ്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു കറുത്ത സ്പൈഡർമാൻ വളരെ പ്രശസ്തമാണല്ലോ. ഈ സംഭവം ആദ്യമായി കോമിക്സിൽ നടക്കുന്നത് എവിടെയാണെന്നറിയാമോ? അത് മറ്റെവിടെയുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ 1984 മാർവൽ സൂപ്പർ ഹീറോസ് സീക്രട്ട് വാർസ് എന്ന കോമിക്സിലാണ്. ബാറ്റിൽ വേൾഡിൽ വെച്ചാണ് പീറ്ററിന് ആദ്യമായി ആ കറുത്ത സിംബയോയിഡ് സ്യൂട്ട് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വിരൽ ചൂണ്ടുന്നത് സീക്രട്ട് വാർസിലേക്കും സ്പൈഡർമാൻ്റെ ബ്ലാക്ക് സ്യൂട്ടിലേക്കും ആകാൻ വലിയ ചാൻസസ് ഉണ്ട്. ചുരുക്കത്തിൽ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വരാനിരിക്കുന്ന വലിയ മാർവൽ സിനിമാറ്റിക് വിസ്മയങ്ങളിലേക്കുള്ള ഒരു വലിയ വാതിലാണ് തുറന്നിട്ടിരിക്കുന്നത്. തീർച്ചയായും മാർവൽ എപ്പോഴും പ്രേക്ഷകരെ ഞെട്ടിക്കാൻ മിടുക്കരാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തിയറിയെക്കുറിച്ച് സംസാരിക്കാൻ തോന്നുന്നുണ്ടോ? എങ്കിൽ ധൈര്യമായി പങ്കുവെച്ചോളൂ, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.